ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിലൊരു വിശേഷം ഉണ്ടായി കേട്ടോ. എൻ്റെ കുഞ്ഞാങ്ങളെ അങ്ങനെ ഒരു അച്ഛനായിരിക്കുകയാണ്. അവൻ്റെ കുഞ്ഞിൻ്റെ 28 ഞങ്ങൾ പെങ്ങന്മാരും പെങ്ങന്മാരുടെ മക്കളും കൂട്ടുകാരുടെ ഭാര്യമാരും മക്കളും എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇവൻ്റെ ഏതൊരു കാര്യം നടന്നാലും ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് കൂടാറുണ്ട് കേട്ടോ. അന്നത്തെ ദിവസം പൊളി വൈബാണ് ഇവിടെ. ഇതാണ് ഞങ്ങളുടെ അളിയനാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കളർഫുള്ളാക്കുന്നത്. പുള്ളി ഭയങ്കര ബിസിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഇന്ന് വർത്തമാനമൊക്കെ പറയുകയാണ്. അവനാണേ ഒരു അച്ഛനായതിൻ്റെ ആ ഒരു ഗെറ്റപ്പിലൊക്കെയാണ് അവൻ നിൽക്കുന്നത്. ഒരു അച്ഛനായെന്നും പറഞ്ഞ് ഇത്രയ്ക്ക് ഗമയൊക്കെ പാടുണ്ടോ? ഭയങ്കര ഇതിൽ ഗമയിലിങ്ങനെ അവൻ നിൽക്കുകയാണ്. നേരത്തെ അവൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ. ചാടിത്തുള്ളി നടന്ന ഒരു ചെക്കനായിരുന്നു. ഇപ്പോൾ ഭയങ്കര സീരിയസ് ആയതുപോലെയൊക്കെയാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. അങ്ങനെ ചടങ്ങുകളെല്ലാം തുടങ്ങാറായി. ഞങ്ങളെല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ്. ഞങ്ങൾ ഫോട്ടോഗ്രാഫറെ കൊണ്ട് എവിടെ ചെന്നാലും ആദ്യമേ തന്നെ ഞങ്ങളുടെയൊക്കെ ഫോട്ടോ എടുപ്പിക്കുമല്ലോ. അങ്ങനെ ഇവളുമാർ രണ്ടുപേരും നിന്ന് പുള്ളിയെ കൊണ്ട് ഫോട്ടോ എടുപ്പിച്ചിട്ട് അതെല്ലാം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ചടങ്ങുകളൊക്കെ സമയമായി. അങ്ങനെ ഒരുപാട് നാളിന് ശേഷമാണ് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഒരു കുഞ്ഞാവ വരുന്നത്. അപ്പോൾ അവനെ പേരിടാനുള്ളത് ഒക്കെ ഞങ്ങൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുകയാണ്. അങ്ങനെ അതിനുള്ള സമയമൊക്കെ ആയി. അങ്ങനെ ആ കുഞ്ഞാവയെ ഞങ്ങളിങ്ങനെ പ്ലേറ്റിലോട്ട് നിർത്തിയൊക്കെയാണ് പേരൊക്കെ ഇടുന്നതും 28 കിട്ടുന്നതും. അങ്ങനെ ആദ്യമായിട്ടൊക്കെ ആയതുകൊണ്ട് അവന് ഭയങ്കര ടെൻഷനൊക്കെ ആയിരുന്നു. പക്ഷെ അവൻ ചിരിച്ചോട്ടൊക്കെ നിന്ന് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് കേട്ടോ ഗൈസ്. അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നല്ല ക്യാമറയിൽ ഇങ്ങനെ പകർത്തുന്ന ഇവനാണ് ഞങ്ങളുടെ കുടുംബ ഫോട്ടോഗ്രാഫർ എന്ന് തന്നെ പറയാം. അങ്ങനെ ഞങ്ങളുടെ അടുത്ത തലമുറയെല്ലാം കൂടെ ഫോട്ടോ എടുക്കാൻ ഇരിക്കുകയാണ് ഗൈസ്. അവർ ഭയങ്കര ചില്ലാണ് കേട്ടോ. ഭയങ്കര രസമാണ് ഇവരൊക്കെ. അത് കഴിഞ്ഞ് ഞാനും പാറും കൂടെ എൻ്റെ കസിൻ ബ്രദറിൻ്റെ മോടെ വിവാഹമായിരുന്നു. അപ്പോൾ നമുക്ക് സദ്യയൊക്കെ കഴിക്കണ്ടേ. അതുകൊണ്ട് ഞങ്ങൾ ഒട്ടും സമയം കളഞ്ഞില്ല. ഞങ്ങൾ നേരെ അവിടേക്ക് എത്തി. കല്യാണമൊക്കെ കണ്ട് നല്ല അടിപൊളി സദ്യയൊക്കെ ആയിരുന്നു. ഞങ്ങളെല്ലാവരുടെ ഇന്ന് സദ്യയൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് സമയം നമ്മുടെ ബന്ധുക്കളെയൊക്കെ കാണാൻ കിട്ടുന്നൊരു സമയമല്ലേ. അപ്പോൾ എല്ലാവരോടും ഒന്ന് എല്ലാം സംസാരിക്കുക എടുക്കുകയൊക്കെ ചെയ്ത് അത് കഴിഞ്ഞ് അമ്മയെ വേറെ ഒരു വണ്ടിക്ക് കയറ്റി വിട്ടിട്ട് ഞാനും പാറും കൂടെ നേരെ വീട്ടിലേക്ക് പോന്നു.